ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പെരുന്നാളിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആയാലോ. ബ്രെഡ് പുഡിംഗ് ഭയങ്കര ഈസിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനേക്കാൾ ഈസി വേറെ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യം കുറച്ച് സിറപ്പ് ഉണ്ടാക്കണം. ഈ ഒരു ഇത് മാത്രമേ അടുപ്പത്ത് നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ അടുപ്പൊന്നും കത്തിക്കേണ്ട. അപ്പോൾ ഞാനിതൊരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അരക്കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അധികം ഇതൊന്നും വേണ്ട, ഒരു മധുരം നമ്മൾ ആ ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ളത് മാത്രം. എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ മിൽക്ക് ബ്രെഡാണ്. അതിൻ്റെ 4 സൈഡും ഒന്ന് നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം ആ ബ്രെഡിനെ ഇങ്ങനെ 4 പീസാക്കിയിട്ട് ഇങ്ങനെ സ്ക്വയർ ഇതേപോലെ 4 പീസാക്കിയിട്ടാണ് മാറ്റി വെക്കണം. ഇതുപോലെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 10 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പുഡിംഗ് ഡിഷിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇരിക്കും. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് പീസെല്ലാം ആ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഡിഷിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്യണം. ആ ഒരു മധുരം ഇതിൽ നന്നായിട്ട് പിടിക്കണം. ഇതുപോലെ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമുക്കൊരു ക്രീം ഒഴിക്കാനുണ്ട്. അത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലോട്ട് ഒരു 1/2 ഗ്ലാസ് പാല്, പിന്നെ ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് ഒരു 1.5 പാക്കറ്റ് ഡ്രീം വിപ്പാണ്. വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതിപ്പോൾ 1.5 പാക്കറ്റാണ് ഇതിനെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഇടുന്നത് ഒരു ടിൻ നെസ്ലെ ക്രീം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഇങ്ങനെ തുടച്ച് വടിച്ച ടിന്നിലുള്ളതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ്, എന്നിട്ട് 2 ഡ്രോപ്സ് വാനില എസൻസ് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് നടിക്കുക. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ പകുതി ക്രീം ഇതിൽ ഒഴിച്ചിട്ട് ഇത് നമുക്കൊരു 1/2 അവറെങ്കിലും സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. എല്ലാം ഒന്ന് തട്ടിക്കൊടുത്ത് ലെവലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ ഇത് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് എല്ലാം ഫസ്റ്റ് ലെയറെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ വീണ്ടും അടുത്ത സെക്കൻഡ് ലെയർ കൂടി വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ബ്രെഡ് അതിൽ ഡിപ്പ് ചെയ്ത് വീണ്ടും ഫുള്ള് വെച്ചെല്ലാം ഒന്ന് കവർ ചെയ്ത്, ഒന്ന് ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതിൻ്റെ മേലെ ബാക്കിയുള്ള ക്രീം ഉണ്ടല്ലോ, അതുകൂടി വെച്ച് കൊടുക്കുക. ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. ഒരു പണിയില്ല. ഒരു 5 മിനിറ്റ് അത്രയേ വേണ്ടൂ ഇത് ഉണ്ടാക്കാൻ തന്നെ. അപ്പോൾ ഫുള്ളായിട്ട് ഇതാ ക്രീമും എല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തട്ടി എല്ലാം ഒന്ന് ലെവലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം. ഈ സെക്കൻഡ് ലെയറും മേലെ എന്താ പറയുക എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മേലെ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് പൊടിച്ചിട്ടിടാം, അല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയും ഒന്ന് വിളയിച്ചിട്ട് അങ്ങനെ അതൊന്ന് പൊടിച്ചിട്ട് അത് ഇടാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് ആൽമണ്ട് പൊടിച്ചതല്ല, ഒന്നിങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തത് ബദാം ഉണ്ടല്ലോ അത്, പിന്നെ അതും ഇട്ടിട്ട്, പിന്നെ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് റോസ് പെറ്റൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുക. അപ്പോൾ അടിപൊളി ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. പെരുന്നാളിനെല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.